ഇന്ന് മോൾക്ക് സ്കൂളിൽ പോകാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ താമസിച്ചാണ് എണീറ്റത്. 7 മണിയായി എണീറ്റ് വന്നപ്പോഴത്തേക്ക്. 7:15 ആയപ്പോഴത്തേക്ക് അടുക്കളയിലോട്ട് കയറിയത്. അപ്പോൾ അതാണ്ട് നേരത്തെ തന്നെ അരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും മങ്ങി ഒക്കെ ഒരുമാതിരി കിടക്കുവാണ് അന്തരീക്ഷം. മഴ പെയ്യുന്നില്ല, പക്ഷേ ഇങ്ങനെ മങ്ങി ഇരുണ്ട് കിടക്കും. അപ്പോൾ പിന്നെ അതാണ്ട് നമ്മളെ ജോലിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്നെല്ലാം താമസിച്ചായിരിക്കും എല്ലാം ആവുന്നത്. അപ്പോൾ പിന്നെ രാവിലെ അതാണ്ട് ചായയിൽ നിന്ന് തന്നെ തുടങ്ങണമല്ലോ. അങ്ങനെ ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ ആക്കി വെച്ചിട്ട് ചായ തിളപ്പിക്കാനായിട്ട് വെച്ച് കുടിക്കാനുള്ള വെള്ളവും വെച്ച്. ഇത് മോൾക്ക് ചുമയുണ്ട്. അപ്പം രാത്രി ഇങ്ങനെ ഫ്ലാസ്കിൽ ഇതിൽ ചൂട് നിൽക്കും, ഇതിലിങ്ങനെ വെള്ളം തിളപ്പിച്ച് വെക്കും. അപ്പം അവൾ കുടിച്ചതിൻ്റെ ബാക്കി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, രാത്രി കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് അത് ജഗ്ഗിലോട്ട് ഒഴിച്ച് വെച്ച്. ഇനി ചൂട് വെള്ളവും കൂടെ ആകുമ്പം അതും കൂടെ ജഗ്ഗിൽ ഒഴിച്ച് വെച്ചാൽ ജഗ്ഗ് രാവിലെ വെള്ളം ഇങ്ങനെ ആക്കി ഡൈനിങ് ടേബിളിൽ വെക്കും. പിന്നെ അതിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ആക്കി വെച്ചാൽ മോളെടുത്ത് കുടിച്ചോളും. പിന്നെ നമുക്ക് മുട്ട പുഴുങ്ങണമായിരുന്നു. അപ്പോൾ മുട്ട നല്ല അഴുക്കുണ്ടായിരുന്നു. അപ്പം നമ്മൾ നല്ലോണം കഴുകി, അഴുക്കില്ലെങ്കിലും മുട്ട കഴുകി തന്നെ ഉപയോഗിക്കുന്നത്, കഴുകി മുട്ട പുഴുങ്ങാനുള്ളതും കൂടെ സെറ്റ് ചെയ്ത് വെച്ച്. അപ്പോഴത്തേക്ക് നമ്മളെ ചായ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ തീ കുറച്ചിട്ടിട്ട് ചായ ഒന്നും കൂടെ നല്ലോണം തിളപ്പിക്കും. കുറച്ച് നേരം കിടന്ന് ഗ്യാസിൽ ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് ആ ചായ പിന്നീട് നമ്മൾ അരിച്ചെടുക്കുന്നത്. അരിപ്പ് ഉരുകിപ്പോയി, ഞാൻ ചൂടുള്ള എണ്ണ എടുത്തൊഴിച്ച്. അപ്പോൾ ഇത് ജ്യൂസൊക്കെ അടിക്കുമ്പോൾ അരിക്കുന്ന അരിപ്പ് വെച്ചാൽ ഇപ്പം ഒഴിക്കുന്നത്, പക്ഷേ കൊന്തൊക്കെ ഇങ്ങനെ അടിയിൽ വന്ന് വീഴുക ചെയ്യുന്നത്. ഞാൻ പിന്നെ ചായ ഇങ്ങനെ ഒഴിച്ചിട്ട് ബാക്കിയെടുത്ത് കളഞ്ഞിട്ട് ചായ ആറ്റി പതപ്പിച്ചൊക്കെ വെക്കും. അങ്ങനെ അത് പതപ്പിച്ചൊക്കെ വെച്ചതിന് ശേഷം എനിക്ക് നല്ലോണം പറഞ്ഞിരിക്കണം ചായ. അതൊക്കെ ചെയ്തതിന് ശേഷം മുട്ട വെന്ത് വന്ന് അപ്പോഴത്തേക്ക് അത് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് അത് ഈ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് വെച്ച്. അപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഇന്ന് എന്തോ നമ്മൾ രാവിലെ കഴിക്കുന്നതെന്ന്. അമ്മയും ചേട്ടനും വന്നപ്പോൾ ഈ നൂഡിൽസിൻ്റെ ഒരു പാക്കറ്റ് കൊണ്ടുവന്നായിരുന്നു. അത് കൊണ്ടുവന്നപ്പോൾ മുതൽ ചോദിക്കുന്നത്, അങ്ങനെ ഇവിടെ മേടിക്കാറില്ല, ഇങ്ങനെ അമ്മ കൊണ്ടുവരും. ചിലപ്പം വല്ലപ്പോഴും ഞങ്ങൾക്കൊരു കൊതി തോന്നുമ്പോൾ ഞങ്ങളിത് ഒരു പാക്കറ്റ് മേടിക്കും, അങ്ങനെയുള്ളൂ. കാരണം ഇത് കണ്ടാൽ ഇവർക്ക് കഴിക്കാൻ വേണം, അതുകൊണ്ട് അങ്ങനെ മേടിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും മേടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ പൊളിച്ച് ഒരു ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഇട്ടെന്ന് വെക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ പൊട്ടിക്കാതെ തന്നെ നമ്മളെ ചൂട് വെള്ളത്തിലോട്ട് വെള്ളത്തിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ചൂട് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഇത് വിട്ട് വന്നിട്ട് എല്ലാം വെള്ളത്തിൽ കുതിർന്ന് കിടക്കും. പിന്നെ ഞാൻ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഈ വെന്ത നൂഡിൽസ് എടുത്തിട്ട് ഒന്ന് കഴുകി അരിച്ചെടുത്തത്. അപ്പോൾ ഒന്നും ഒട്ടത്തില്ല, ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാവത്തില്ല, വിട്ടിരിക്കും. പിന്നെ അതിൻ്റെ കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ച്. പിന്നെ സവാള, കാപ്സിക്കം, നമ്മുടെ ക്യാരറ്റ്, പച്ചമുളക് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള അടുക്കളയുടെ അവസ്ഥയെ ഞാൻ കാണിച്ചത്. അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങിയത് മേളി വെച്ച്. മോക്ക് പച്ചമുളക് വിടാതെ ഞങ്ങൾ മാറ്റിയിട്ട് ഞങ്ങൾക്ക് പച്ചമുളകും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് 3 പേരും കൂട്ടി ഇരുന്ന് കഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം അടുക്കളയൊക്കെ വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി. ഇനി നമുക്ക് മുളക് കഴുകണം. മുളക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഉണക്കണമല്ലോ. അങ്ങനെ മുളക് ഞങ്ങൾ നെട്ടൊക്കെ അറുത്ത് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. എല്ലാ പ്രാവശ്യവും നല്ല അഴുക്കാണ് മുളകിൽ, പക്ഷേ ഈ പ്രാവശ്യം ഒരു 4 വെള്ളത്തിൽ കഴിയുമ്പോൾ തന്നെ വെള്ളം നല്ല തെളിഞ്ഞ് വന്ന് അധികം അഴുക്കില്ലായിരുന്നു. മുളക് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമ്മളെ കയ്യിലൊക്കെ നല്ലോണം അഴുക്ക് പറ്റിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല അഴുക്ക് തന്നെ മുളകിൽ ഈ പ്രാവശ്യം ഉണ്ടെന്ന്. പക്ഷേ മറ്റേതൊരു 6-7 പ്രാവശ്യം നമ്മൾ കഴുകിയെടുത്തെങ്കിലേ മുളക് സെറ്റാവും. ഇത് പക്ഷേ 4 വെള്ളമൊക്കെ ആയപ്പോഴത്തേക്കും മുളകിൽ നല്ല തെളിഞ്ഞ വെള്ളം തന്നെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകി വെച്ച്. പിന്നെ ഞാൻ എണ്ണ പുരട്ടാനായിട്ട് ഓടുക, കാരണം പുകഞ്ഞ് വല്ലാണ്ടാവും കൈ. അങ്ങ് എപ്പോഴും ചെയ്യുന്ന കാര്യമല്ലല്ലോ നമ്മളിത്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾ കൊണ്ടുപോയി മുളകൊക്കെ ഇട്ട് ചേച്ചി മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്. പിന്നെ അതിൻ്റെ കറിവെപ്പും അയിലയാണ് നമുക്ക് കിട്ടി, അപ്പോൾ അത് തേങ്ങ അരച്ച് കറി വെച്ച്. പിന്നെ തോരനൊന്നും വെച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് മോര് കാച്ചാന്ന്. അങ്ങനെ മോരും കാച്ചി നമ്മളെ അയില തേങ്ങാക്കറിയും വെച്ച്. തേങ്ങാക്കറി വെക്കുന്ന മോക്ക് കൊടുക്കാനാണ്. മുളക് കറി അവളങ്ങനെ കൂട്ടാറില്ല. അങ്ങനെ നമ്മൾ മോര് വെള്ളരിക്കയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മോര് കറി വെച്ചത്. അപ്പോൾ അത് കടുവൊക്കെ വറുത്ത് ഇട്ട്. അപ്പോഴത്തേക്ക് നല്ല മഴക്കോള് കയറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ പിന്നെ താഴെ പോയി മുളക് നോക്കാമെന്ന് കരുതി. എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ, നല്ല മഴക്കോള് വരുന്നു. നമ്മൾ 3-ാം നിലയിലല്ലേ, നമ്മൾ മഴ പെയ്യുമ്പോഴത്തേക്ക് ഓടി ഇറങ്ങുമ്പോഴത്തേക്ക് ഇതെല്ലാം നനഞ്ഞ് കുതിർന്നൊരു പരുവാവും. വെള്ളം വാർന്ന് കിട്ടിയിട്ടില്ല, ഇപ്പം ഒട്ടും വെള്ളം വാർന്ന് കിട്ടിയിട്ടില്ല. വെയിൽ കണ്ടോണ്ടാണ് ഞാൻ കഴുകിയത്. അന്നേരം മുതൽ വീണ്ടും മങ്ങി. കഴുകുകയും ചെയ്ത്. ഇതിപ്പോൾ എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യ. മുളക് നശിക്കാതിരുന്നാൽ മതി. വെള്ളം ഒന്ന് വാർന്ന് കിട്ടിയായിരുന്നെങ്കിൽ പേടിക്കണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് വിരിച്ചൊക്കെ അടുക്കളയിലെങ്ങാനും വിരിച്ചൊക്കെ രാത്രി ഇട്ടിരുന്നാൽ അത് അങ്ങ് അവിടെ ഇരുന്നോളും. എന്തായാലും ഇനിയിപ്പോൾ ഇത് എടുത്തുകൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ. നല്ല മഴക്കോള് വരുന്നു. ഇട്ടെടുത്ത് വെയിലും ഇല്ലായിരുന്നു, നമുക്ക് അവിടെ ഇടാൻ പറ്റും. വണ്ടിയൊക്കെ പാസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ട് ഇറക്കി ഇടാനായിട്ട് പറ്റത്തില്ല, വണ്ടിക്ക് പോവുകയും എടുക്കുകയൊക്കെ വേണ്ടേ.
അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ആ ബാൽക്കണിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വെള്ളം വാർന്ന് കിട്ടിയാൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല, പയ്യെ പയ്യെ ഉണക്കിയെടുക്കാം. അങ്ങനെ മഴക്കോളുണ്ട്. ഞാൻ ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനി ഇങ്ങനെ പേടിയാണ്, ഇനി പൂക്കുവോ മുളക് പൂത്ത് പോകുമെന്ന്. പിന്നെ വേണ്ട നമ്മളെ ചോറ് വാർന്നൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറി മോക്കൊരു മീനെടുത്ത് വറുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വെള്ളരിക്കയൊക്കെ ഇട്ടിട്ട് നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടിട്ട് മോര് കാച്ചിയിട്ടുണ്ടായിരുന്നു. ഇത് നാളെ ആകുമ്പോൾ ഇച്ചിരി നല്ലതായിരിക്കും കൂട്ടാനിട്ട്. പുളി കൂടി, എനിക്ക് പുളി ഉപ്പും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അയില തക്കാളിയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വെച്ചത്, മാങ്ങയൊന്നും ഇട്ടിട്ടില്ല, തേങ്ങ അരച്ച് തക്കാളി ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് സാധാ കറി വെക്കുന്ന പോലെ കറി വെച്ചിട്ടുണ്ട്. പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ താമസിച്ചെണീറ്റെങ്കിലും ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളെ ജോലിയെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. 2 മണി 2:30 ആവുമായിരുന്നു. മഴക്കോളിങ്ങനെ നിൽക്കുന്നു, അത് നോക്കി ഞാനും നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മറക്കണ്ട കേട്ടോ, നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.